ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണം കൂടാൻ പോയാലോ? കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട് മേഘയുടെ കല്യാണം കേട്ടോ. നിങ്ങൾ എന്നെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. എൻ്റെ കുറച്ചൊരു ഗേൾസ് ഗ്യാങ് ഉണ്ട് ഞങ്ങൾ. അതിൽ ഞങ്ങളുടെ കസിൻസും റിലേറ്റീവ്സായിട്ടും പിന്നെ കുറച്ച് നെയ്ബേഴ്സും അങ്ങനെ കുഞ്ഞിലേ തൊട്ട് അറിയാവുന്ന കുറച്ച് കുട്ടികളൊക്കെ അതിലുണ്ട്. അപ്പം ഒരുവിധം എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾ അതിലുണ്ട്. ഒരു 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ളവരുള്ള ഒരു കുഞ്ഞ് ഗ്യാങ് കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ ഞാൻ തലേദിവസം ചെന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കല്യാണത്തിനൊന്നൊരു ഡാൻസ് ഉണ്ട്. അപ്പോൾ ആ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നത്. പക്ഷേ ഇതാ ഈ കശ്മലികൾ എന്നെ പോസ്റ്റാക്കി. ഞാൻ ചെന്നത് നേരെ പാർലറിലേക്കായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ കഴിയും ചേച്ചി എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഒരു 2-3 മണിക്കൂർ എടുത്തു ഇവരെല്ലാവരും സ്പായും ചെയ്ത് ക്ലീനപ്പൊക്കെ ചെയ്ത് വരാനായിട്ട്. അത്രയും ടൈമായി. ഇതാണ് കേട്ടോ എൻ്റെ കസിൻ കൃഷ്ണേന്ദു. ഞങ്ങൾ പൊന്നൂന്ന് വിളിക്കും. ആൻഡ് ഇരിക്കുന്നത് അവളുടെ അനിയത്തി കീർത്തന. അപ്പം ഇവരവരൊക്കെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫോട്ടോസിലും ഒക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ചെന്നു. എന്നെ അവിടെ പോസ്റ്റപ്പോൾ എന്ന് വെച്ചാൽ വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാത്രി എന്തായാലും ഫുഡുണ്ട് കുറച്ച് കാര്യമായിട്ട്. എന്നാൽ പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വടക്കേക്കോട്ടുള്ള രാഘവേന്ദ്രയിലാട്ടോ പോയത്. അപ്പോൾ അവിടെ ഒരു കാപ്പിയും പിന്നെ കട്ട്ലറ്റും ബോണ്ടയും. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അവിടുത്തെ കട്ട്ലറ്റ്. നല്ല കട്ടിയുമായിരുന്നു. കുറേ ഉരുളക്കിഴങ്ങ് വാരിക്കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതങ്ങനെ അത്ര പിടിച്ചില്ല. കോഫിയൊക്കെ നൈസായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിൽ ചെന്നിട്ട് വേണം കുളിക്കണം, റെഡി ആവണം, വൈകുന്നേരത്തെ ഫംഗ്ഷന് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെന്നു, റെഡിയൊക്കെ ആയി നേരെ ഫംഗ്ഷന് പോയി. അപ്പോൾ അന്നും ഇവരൊരു ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കല്യാണത്തിനെന്നുള്ള ഡാൻസേ പഠിക്കാത്ത കാരണം കൊണ്ട് ഞാൻ പിന്നെ ആ ഒരു കാര്യത്തിന് മുതിർന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ അവിടെ തന്നെയുള്ള NSSൻ്റെ ഒരു ഹോളിലായിരുന്നു ഇതുപോലെ തലേദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും മൈലാഞ്ചി ഇടലും പരിപാടിയൊക്കെ ആയിട്ട് കയറിയതാണ്. അപ്പോൾ ഇതാണ് മേഘ. പിന്നെ ഞങ്ങളുടെ ശ്രീകുട്ടിയുണ്ട്, അത് ശ്രീകുട്ടിയുടെ കുഞ്ഞാട്ടോ, കുഞ്ഞു ബേബി. ഞങ്ങളുടെ പൊന്നുവിൻ്റെ മോനാണത് ശങ്കരൻ. ഈ റെഡ് ഡ്രസ്സ് ഇട്ട് പോകുന്ന മീനാക്ഷി. ഇവൾ എൻ്റെ കൂടെ സ്കൂൾ തൊട്ട് ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ തൊട്ട് +2 തൊട്ട് ഞങ്ങൾ 2 സ്കൂളിൽ ഞങ്ങൾ മാറിയിട്ടുണ്ട്. 2 സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് കോളേജിൽ പോയപ്പം എൻ്റെ കസിൻ പൊന്നുവിൻ്റെ കൂടെയായി ഇവള്. അങ്ങനെ പൊന്നുവിൻ്റെ ചങ്കായി. അപ്പോൾ ഞങ്ങളിപ്പം ഒരുമിച്ച് ഒരു ചങ്ക് ഗ്യാങ്ങായി. അപ്പോൾ എന്താ പറയുക, അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിക്ക് നീങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഇതാണ് കീർത്തന. നടുക്ക് നിൽക്കുന്ന ഞങ്ങളുടെ ഉമ്മക്കുട്ടി. ഇവളാണ് എൻ്റെ അടുത്ത് പറയും, ചേച്ചി വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങളെയൊക്കെ അങ്ങോട്ട് ഇട്, ഇത് ഞങ്ങളുടെ കസിനാണ്, ഫ്രണ്ട്സാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇട് ചേച്ചി എന്ന് പറയും. അപ്പോൾ അവളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴെ പോയി വെൽക്കം ഡ്രിങ്ക് കഴിച്ചു. പിന്നെ ഫുഡായിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും പനീർ കറിയും ഗീ റൈസും ഒക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ആലോചിക്കട്ടെ, ഞാൻ എന്തിനാ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടണേ, ആരും കാണില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ വ്ളോഗൊക്കെ എടുത്തിട്ട് കാര്യമുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കല്യാണത്തിന് ഇങ്ങനത്തെ ഞാൻ ഈ പറഞ്ഞിടുന്ന സംഭവമൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചിലപ്പോൾ ആലോചിക്കുമ്പം എനിക്കെന്നെ അതായത് എനിക്ക് ഓർത്തെടുക്കാനുള്ള നല്ല ഓർമ്മകളായിരിക്കും. കാരണം ഇതിൽ ഇപ്പോൾ പറയുന്ന പല പോയിൻറ്റ്സും എനിക്ക് അന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അന്ന് ഇതൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നണം. അപ്പോൾ എന്തായാലും ഗൂഗിളിൽ നമുക്ക് സ്റ്റോറേജൊക്കെ കുറച്ചല്ലേ ഗൂഗിൾ തരുന്നുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, കുറച്ച് പേര് കാണണമെങ്കിൽ കണ്ടോട്ടെ, അതിന് കൂടെ നമുക്കൊരു ഓർമ്മയാവുമല്ലോ. അപ്പോൾ തലേദിവസം ചെന്നിട്ട് ഞങ്ങൾ മൈലാഞ്ചിയൊക്കെ ഞാൻ അപ്പോഴായിട്ട് ഇട്ടത്. സാരിയൊക്കെ പ്ലീറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. കുറച്ച് ലേറ്റായി. എന്നാലും രാവിലെ എൻ്റെ മൈലാഞ്ചിയൊക്കെ നല്ലപോലെ ചുമന്നിട്ടുണ്ടായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ മടിച്ച് നിൽക്കുമായിരുന്നു. രാവിലെ എണീക്കാനും റെഡി ആവാനൊക്കെ ഒരു ചെറിയ മടിയായിട്ട്. എന്തായാലും എല്ലാ ഗ്യാങ്ങുകളും വീട്ടിലോട്ട് വന്നായിരുന്നു. കസിൻ്റെ വീട്ടിലോട്ടോ ഞാൻ നിൽക്കണേ. അപ്പോൾ അവർ വന്നു. അവരവിടെ സാരി ഉടുപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കസിൻ എനിക്ക് ഉടുപ്പിച്ച് തന്നു കുറച്ച്. കാരണം ഞങ്ങൾ പ്ലീറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ സാരി ഞങ്ങൾ വാങ്ങിച്ചത് ഇഹാ ഡിസൈൻ ചെയ്യുന്നതായിരുന്നു കേട്ടോ. ഞാനവിടെ സാരി ഉടുത്ത് റെഡിയായി കഴിഞ്ഞിട്ട് പോലും ഈ ഹാഫ് സാരി എടുക്കുന്ന ടീം സാരി റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കട്ട പോസ്റ്റായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എൻ്റെ ട്രാൻസിഷന് വേണ്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. ഇങ്ങനെയൊക്കെ റെഡിയായി അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ കല്യാണത്തിൻ്റെ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഭാവികം. പിന്നെ ഞങ്ങൾ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലായി. എല്ലാം കുത്തിപ്പറക്കി റെഡിയാക്കിയൊക്കെ വെച്ച് പാട്ടൊക്കെ സെറ്റാക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ഡാൻസ് കളിക്കാൻ. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്, കാരണം കറക്റ്റായിട്ട് പഠിക്കാത്തതുകൊണ്ടേ. ആൻഡ് ഡാൻസിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ആദ്യമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡാൻസ്. അപ്പോൾ നിങ്ങൾക്കത് പോയി കാണാം. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് നമ്മൾ യൂഷ്വൽ സദ്യയും കാര്യങ്ങളൊക്കെയാണല്ലോ. പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ സദ്യക്ക് പായസം ഒഴിക്കുമ്പോൾ എനിക്ക് ഇലയിൽ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ആൾക്കാരൊക്കെ കാണൂലേ കൈയൊക്കെ ഇങ്ങനെ നക്കി പഠിക്കേണ്ടതെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഞാൻ നല്ല അന്തസ്സായിട്ട് കഴിക്കും. ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ ഇപ്പോൾ. അപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ അങ്ങനെയാണോ? ഇലയിലൊന്നും കഴിച്ചോ കേട്ടോ, കഴിക്കാത്തവരാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ
സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് ആൻഡ് ഓൾസോ ഈ വെള്ള പായസമാണോ കറുത്ത പായസമാണോ നിങ്ങൾക്ക് ഇഷ്ടം? വെള്ള പായസം പറഞ്ഞാൽ നമ്മൾ മറ്റേ പാലിലുണ്ടാക്കുന്ന പായസം, കറുത്ത പായസം ഉദ്ദേശിക്കുന്നത് മറ്റേ അരവണയല്ല കേട്ടോ, ഈ ഗോതമ്പിൻ്റെ പരിപ്പ് തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന പായസം ഉണ്ടല്ലോ, ബ്രൗൺ കളർ. എന്തോ കുഞ്ഞിലേ തൊട്ട് അങ്ങനെ പറയാം, കറുത്ത പായസം വെളുത്ത പായസം. എൻ്റെ മോളും പറയും എനിക്ക് കറുത്ത പായസം വേണ്ടമ്മ, എനിക്ക് വെളുത്ത പായസം മതിയെന്ന്. ഇതൊക്കെയാണ് അന്നത്തെ കുറച്ച് ഫോട്ടോസൊക്കെ. പിന്നെ ഞങ്ങൾ ഡാൻസിൻ്റെ വീഡിയോ ഇതാണ്, ഫുൾ വീഡിയോ ഞാൻ പറഞ്ഞുതരാം, താഴെ ലിങ്കിലുണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.